എനിക്ക് പേടിയാണ് ആ അമ്മയെ. ഒരു പെൺകുട്ടി എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കമൻറ്റ് ചെയ്തതാണ് കേട്ടോ. ഞാൻ കുറേ നേരം ഇരുന്ന് ആലോചിച്ചു, ഒരമ്മയെ എന്തിനാണ് പേടിക്കുന്നത്? അമ്മ എന്ന് പറഞ്ഞ ഒരു വാക്ക് തന്നെ അമ്മ അല്ലേ? എല്ലാ മൃഗങ്ങൾ മുതൽ മേ മാ എന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത്, കരച്ചിലും അല്ലേ? അപ്പം നമ്മൾ ആ അമ്മയെ പേടിയാണെന്ന് പറയുമ്പോൾ അവരെന്തുമാത്രം ആ കുട്ടിയെ ഭയപ്പെടുത്തുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം അല്ലേ? ഒരു പെൺകുട്ടി കരയുമായിരുന്നു എൻ്റെ ഡി എമ്മിൽ. അപ്പം ഇതൊന്നും അവർക്കെല്ലാം പേടിയാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞു, അവരുടെ കഥകളൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഞാനൊരു പൊതുവായ തത്വം. ഇച്ചിരി വെളിച്ചം കുറവ് പോലെ കേട്ടോ, ഒരു മിനിറ്റ്. ഞാൻ ഈ വെളിച്ചത്തിലേക്കൊന്നും നോക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ മുഖം ഇങ്ങനെ ഒരു മാതിരി ഇരിക്കുന്നു, വെട്ടയില്ലാതിരിക്കും. ഇത് കുഴപ്പമില്ലല്ലേ? അപ്പം ഈ കുട്ടികൾ ഇങ്ങനെ വിഷമിക്കുകയാണ്. പലരും അയ്യോ ചേച്ചി ഞങ്ങൾക്ക് പേടിയോ, എല്ലാ കാര്യത്തിനും അമ്മയുടെ അനുവാദം വേണം, അമ്മ പറയുന്നതേ ചെയ്യുള്ളൂ. എന്താണ് പെട്ടെന്ന് ഇങ്ങനൊരു അമ്മപ്രേമം എന്നറിയില്ല. ഒരു വക്കീൽ പറയുന്നുണ്ടായിരുന്നു, ഈ പയ്യന്മാരില്ലേ അന്ന് വരെ അമ്മ ഇവിടെ വാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മമ്മയുടെ പണി നോക്കുമെന്നും പറഞ്ഞ് പോയിക്കൊണ്ടിരുന്ന പയ്യന്മാർ വരെ കല്യാണം കഴിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ തുടങ്ങും. നീ അമ്മയോട് ചോദിച്ചോ, അമ്മ കഴിച്ചോ, ഇങ്ങനെയൊക്കെ. അയ്യോ ഇതിപ്പോൾ വീണ് പോകില്ല, ദൈവം ഇതെന്താ ശരിയാവാത്ത, ഇരിക്കുന്നില്ല മര്യാദയ്ക്ക്. അമ്മ കഴിച്ചോ, അമ്മയ്ക്ക് കൊടുത്തോ, നീ അമ്മയെ കൂടെ ഇരുന്ന് കഴിക്ക്. ഇതൊക്കെയാണ് അത്ര. ഇപ്പം ഇതെന്താ ഒരു പുതിയൊരു അമ്മപ്രേമം എന്ന് അമ്മമാരും ചിന്തിക്കണ്ടേ? കാരണം അത്ര നാൾ വരെ രാത്രി വീട്ടിൽ കയറൂല, അമ്മ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അങ്ങനെയുള്ള ഒരു പയ്യൻ കല്യാണം കഴിക്കുന്നതിനോടുകൂടി അമ്മയോടാണ് കൂടുതൽ ആ ഒരു അറ്റാച്ച്മെൻറ്റും. അല്ലെങ്കിൽ അത് തെറ്റാണെന്നൊന്നുമല്ല, അതൊക്കെ നടക്കട്ടെ, നല്ല കാര്യം തന്നെ. കാരണന്മാരെ നോക്കാനായിട്ട് ഉള്ള ഒരു മനസ്ഥിതി അവന് രൂപപ്പെട്ട് വന്നത് അപ്പോഴായിരിക്കാം, ആ പയ്യന് രൂപപ്പെട്ട് വന്നത് അപ്പോഴായിരിക്കാം. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പയ്യന്മാരും ഈ അമ്മമാരും വന്ന് നിൽക്കുന്ന കുട്ടികളും എല്ലാം ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. കാരണം ആദ്യം ഞാൻ പറയാൻ പോകുന്നത് പയ്യന്മാരോട്. നിങ്ങളുടെ എന്തോ ഒരു എന്താ പറയുക അട്രാക്ഷനിൽ പെട്ടിട്ട് തന്നെയാണ് കുട്ടികൾ കല്യാണം കഴിച്ച് വരുന്നത്. പെൺകുട്ടികൾ നിങ്ങൾ മേ ബി നിങ്ങളുടെ ഫിസിക്കായിരിക്കാം, നിങ്ങളുടെ ജോബായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ടായിരിക്കാം. മേ ബി ഇതൊന്നുമല്ലായിരിക്കാം, നിങ്ങൾ പഠിത്തത്തിൽ കേമനായിരുന്നിരിക്കാം, പാട്ട് പാടുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഏതോ ഒരു കരിഷ്മ അവളെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതൊരു പ്രേമമായിട്ട് തന്നെ വരണം എന്നൊന്നും നിർബന്ധമില്ല. ചിലരൊക്കെ പറയും പ്രേമിച്ച് കഴിക്കുന്നവർ കഴിച്ചാലാണ് അതിനൊരു ഇതുള്ളൂ, അല്ലെങ്കിൽ സ്ട്രേഞ്ചറല്ലേ ഞാൻ കല്യാണം കഴിക്കുന്നതെന്ന്. സ്നേഹം അല്ലെങ്കിൽ പ്രേമം മുളകൊട്ടുന്നതിന് മുമ്പും ആ പറഞ്ഞ ആൾ ഒരു സ്ട്രേഞ്ചർ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ മറക്കണ്ട. അതേപോലെ തന്നെ അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് വിവാഹങ്ങൾ സ്വർഗത്തിൽ നടക്കുന്നു എന്നല്ലേ പറഞ്ഞത്, ബന്ധമൊക്കെ സ്വർഗത്തിൽ ഉണ്ടാക്കുന്നു, കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ മാത്രം ഭൂമിയിൽ നടക്കുന്നു എന്ന് പറയും. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, കല്യാണം ഏത് രീതിയിൽ നിങ്ങൾ കഴിച്ചാലും, പ്രേമവിവാഹമാണെങ്കിലും അല്ലെങ്കിൽ കണ്ടുപിടിച്ച് അക്വൈൻറ്റൻസസ് ഒക്കെ വഴി നിങ്ങൾ കണ്ടുപിടിച്ച വിവാഹമാണെങ്കിലും, ഏത് തരത്തിലുള്ള വിവാഹമാണെങ്കിലും, ഇവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിലെ സൊസൈറ്റിയിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ബന്ധുക്കളും തമ്മിലും, അതായത് രണ്ട് കുടുംബങ്ങൾ തമ്മിലും ഒരു റിലേഷൻഷിപ്പ് രൂപപ്പെടുകയാണ്. എന്തൊരു പ്രയാസമായിരിക്കും അല്ലേ? ഭയങ്കര ഈഗോയിസ്റ്റിക്കായിട്ടും 50കൾ കഴിഞ്ഞ അച്ഛനമ്മമാരും പിന്നെ 20കളുള്ള മക്കളും അവരുടെ പെങ്ങന്മാരും അല്ലെങ്കിൽ ബ്രദേഴ്സും ഇവരൊക്കെ ഉള്ള ഒരു ക്ലോസ് നിറ്റ് ഫാമിലിയിലേക്കാണ് ഈ പെൺകുട്ടി കടന്നു ചെല്ലുന്നത്. അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളിവിടെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ, ഒരു മകളാണെങ്കിൽ എത്രത്തോളം പ്രയാസങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടാകും ഈ അമ്മയും അച്ഛനെയും വിട്ടിട്ട് ആ വീട്ടിലേക്ക് ചെന്ന് കയറാനായിട്ട്. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിവുള്ളവരാണെങ്കിൽ, പറ്റുന്നവരാണെങ്കിൽ വേറൊരു വീടെടുത്ത് മാറുമെന്ന് ഞാൻ പറഞ്ഞു. ഞാനത് നേച്ചറിലേക്കും ഞാൻ ചൂണ്ടിക്കാണിക്കാറുണ്ട്. നേച്ചറിൽ പറയുന്നുണ്ട്, നെസ്റ്റ് വെക്കുന്ന കണ്ടിട്ടില്ലേ, മുട്ടയിടാറാകുമ്പോൾ എല്ലാ പക്ഷികളും. അതെന്തിനാ അങ്ങനെയാണെങ്കിൽ? കുയിലൊഴിച്ച് ബാക്കി എല്ലാ പക്ഷികളും നെസ്റ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിൻ്റേതായ ആവാസ വ്യവസ്ഥയിൽ ഒരു പർട്ടിക്കുലർ സ്ഥലം കണ്ടെത്തും അതിൻ്റെ അടുത്ത
ജനറേഷൻ അല്ലെങ്കിൽ അടുത്ത പ്രൊജനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യന് മാത്രം എന്താണ് ഇതൊരു വിമുഖത? എവിടെ പോയാലും എൻ്റെ മോൻ, എൻ്റെ മോൾ എന്ന് വേണം. സ്നേഹം കാണിക്കണം, നിങ്ങൾ സൗഖ്യമായിട്ടിരിക്കുന്നുണ്ടോ എന്ന് അറിയണം, അതെല്ലാം വേണം. പക്ഷെ ഒരു അകലത്തിൽ നിന്നിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. എല്ലാ ദിവസവും നീ എന്നെ വിളിച്ചോളണം, ആ ഒരു ചട്ടക്കൂടും ഇതൊന്നും ഇല്ലാതിരിക്കുകയാണ് നല്ലത്. അതായത് അച്ഛനമ്മമാർ സുഖമായിട്ടിരുന്ന് അവരുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അമ്മയും അച്ഛനും തന്നെ അതിന് മുൻകൈ എടുത്ത് മകനോട് പറയണം, നീ ഒരു കുടുംബമാണ് സൃഷ്ടിച്ചു കൊണ്ടുവരുന്നത്, ഞങ്ങൾ സൃഷ്ടിച്ച കുടുംബത്തിൽ നിന്നാണ് നീ ഇപ്പോൾ പോകുന്നത്. അങ്ങനെയാണല്ലോ നിയമവും. നിയമം ഇൻ ദ സെൻസ്, ഞാൻ റേഷൻ കടയുടെ കാര്യം എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് അമ്മയെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് മരുമക്കൾക്ക് നമ്മൾ പ്രവൃത്തിയിലൂടെ ഫീലാക്കി കൊടുക്കണം. അല്ലാതെ എനിക്കൊരു മകളെ കിട്ടി, എനിക്ക് 2 ആൺമക്കളാണ്, എനിക്കൊരു മോള് കിട്ടി, എനിക്ക് ഈ മോള് വന്നപ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമാണ് എനിക്ക് ഈ മോളെ കാണുമ്പോൾ. വേണ്ടെന്നേ, അതൊക്കെ ഒരു ഡ്രാമ പോലെയാണ്. ആ ഡ്രാമ ശരിയാത്തില്ല. ആ ഡ്രാമ കളിക്കാതെ നമുക്ക് മോളെ നല്ലപോലെ ഇഷ്ടപ്പെടാം, മോളോട് നന്നായിട്ട് ബിഹേവ് ചെയ്യാം. താഴെ വീണ് പോകുന്നേ, ഇത് ശരിയായില്ലേ ഇവിടെ വന്നിരുന്നത്. 4-5 തീർത്തേക്കട്ടെ പറഞ്ഞ് ദാ മറന്നു പോകുന്നു. അപ്പോൾ മോള് എൻ്റെ മോളെ പോലെയാണ്, എൻ്റെ മോളാണ്, ഇതൊന്നും ആവശ്യമില്ല, ഈ ഡയലോഗ്സ് ഒന്നും വേണ്ട. ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ പ്രായത്തിലുള്ളവരോടാണ് ഞാനിപ്പോൾ പറയുന്നത്. ആവശ്യമില്ല, നമ്മൾ കൂടുതൽ ഡ്രാമ കാണിക്കാൻ പോരുത്, കൂടുതൽ ഇൻ്റർഫിയറൻസിന് പോരുത്. മോൾക്ക് ഈ കളർ ചേരുന്നില്ല, ആ കളറാട്ടോ ചേരുന്നത്, വൈ? ആ കുഞ്ഞിന് ഇഷ്ടപ്പെട്ട് ഭയങ്കര ഭംഗിയാണെന്ന് തോന്നി വാങ്ങിച്ച് തയ്ച്ച് ഇട്ടിട്ട് വന്നതായിരിക്കാം, ഇട്ടോട്ടെ. അവർ അഭിപ്രായം ചോദിച്ചാൽ മാത്രം പറയുക നന്നായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ, അമ്മ ഇനി മൈൻഡ് ചെയ്യാതെ പോയിന്ന് വേണ്ടാന്ന് വിചാരിച്ച് നന്നായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്രയൊക്കെ മതി. അതിൽ കൂടുതലുള്ള ഇൻ്റർഫിയറൻസ്, ഈ സാരിക്ക് ഈ കളറിൽ ഇത്, നമ്മുടെ പെൺമക്കളോട് അങ്ങനെ പറഞ്ഞിരിക്കും. അവർക്ക് എൻ്റെ മോളാണെങ്കിൽ എല്ലാം അമ്മ പറയൂ. അമ്മ എന്തിനാണെന്നറിയാം, അവൾക്ക് പണിയെടുക്കാൻ മടിയാണ്, ഇതൊക്കെ ചൂസ് ചെയ്തെടുക്കാനും ഒക്കെ ഭയങ്കര പ്രയാസമല്ലേ, ചിലപ്പോൾ തെറ്റിപ്പോയാലോ എന്ന് ഓർത്ത്. അപ്പോൾ എൻ്റെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് മദർ ഇൻലോയുടെ കാര്യത്തിൽ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻലോ എന്ന് വന്നു കഴിയുമ്പോൾ കുറച്ച് മാറി നിൽക്കുന്നത് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് ഹേർട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പം അതങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുന്നത്. ഞാൻ ഓരോ സാരികളും ചൂസ് ചെയ്യുന്നതെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് പോയി കണ്ടുപിടിച്ച് അവിടെ ഏത് സ്ഥലത്താണ് ബെസ്റ്റ് കിട്ടുന്നത്, ഞാൻ വല്ലപ്പോഴും വാങ്ങിക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഓതൻറ്റിസിറ്റിയൊക്കെ നോക്കി, സിൽക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കി അങ്ങനെ കൊണ്ടുവരുന്ന സാരിയൊക്കെ എന്തിനു കൊള്ളാം ഇത് അങ്ങനെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എനിക്ക്. അതുപോലെ തന്നെ ആയിരിക്കില്ലേ എൻ്റെ അടുത്തേക്ക് വരുന്ന കൊച്ചുകുട്ടികൾക്ക്, അല്ലേ? എൻ്റെ അടുത്തേക്ക് വരുന്ന കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞാൽ മരുമക്കൾ ആയിരുന്നെങ്കിൽ ഞാനങ്ങനെ പറയാൻ പാടില്ലല്ലോ. അതേപോലെ കമ്പാരിസൺ, മൂത്ത മരുമകൾ ഇളയ മരുമകളെക്കാളും മിടുക്കിയാണ്, നന്നായിട്ട് പാചകം ചെയ്യും. അപ്പോൾ ആ ഇളയ മരുമകൾക്ക് സ്വാഭാവികമായിട്ട് മൂത്ത മരുമകളോട് ദേഷ്യം തോന്നുമല്ലേ? ഇതൊന്നും വേണ്ട. അല്ലെങ്കിൽ സ്വന്തം പെൺമക്കളുമായിട്ട് താരതമ്യം ചെയ്യുക, ഇതൊക്കെ ചെയ്യാതിരിക്കാവോ? പറ്റുമോ? പറ്റുകയാണെങ്കിൽ ആ നേരത്തെ പറഞ്ഞ അമ്മയെ എനിക്ക് പേടിയാണ് എന്ന് പറയുന്ന ആ വാചകം മാറും സമൂഹത്തിൽ നിന്ന്. അമ്മ കൂളാ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആകും. അടുത്ത ജനറേഷൻ വരുമ്പോഴേക്കും ഞാൻ ഈ വന്നിരുന്ന് പറയുന്ന ഈ കഥകൾ പറയാൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം അത്ര നമ്മൾ റിഫൈൻഡായിട്ട് നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കും ആളുകളുമായിട്ട്. അപ്പോൾ പിന്നെ കഥ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വളരെ സൂക്ഷിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലത്, നിങ്ങളുടെ മകനും നല്ലത്, മകനും ഒരു സമാധാനം ഉണ്ടാകും വീട്ടിൽ. അല്ലെങ്കിൽ മരുമകൾ അറിയാതെ ചെന്ന് പറഞ്ഞു പോകുന്നത് മകനോടല്ലേ, അയ്യോ അവൾക്ക് ആകെ കൂടെ അടുപ്പവും കൂടുതൽ സ്വാതന്ത്ര്യവും തോന്നുന്നത് ആ ഹസ്ബൻഡിനോടായിരിക്കില്ലേ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് അവൾ പറഞ്ഞെന്നിരിക്കും അല്ലേ, അശ്യോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എന്താ നിങ്ങളുടെ അമ്മ ഇങ്ങനെ പറഞ്ഞാൽ അയാൾക്ക് ദേഷ്യം വരും. എന്താ അത് എൻ്റെ അമ്മേനെ പറയണത്, എൻ്റെ അമ്മേനൊന്നും പറയണത് എനിക്ക് ഇഷ്ടമല്ല, തോട്ടങ്ങി പിന്നെ ലഹള. അപ്പോൾ അവിടെ പല വീടുകളിലും, ഒരു 10-ൽ 9 വീടുകളിലും ഇപ്പം ഇത് നടക്കുന്നുണ്ട്. ഈ അമ്മ പ്രേമം മൂത്തിട്ട് ആൺമക്കൾ ഞാനൊരു മഹാസംഭവമാണ്. അതായത് ഈ അമ്മ ഈ പയ്യനെ എല്ലാം ചെയ്തു കൊടുക്കുകയെ, എല്ലാം ചെയ്തു കൊടുത്ത് വഷളാക്കി വെച്ചിട്ടുണ്ടാവും. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെങ്കിലും എഴുന്നേക്കാൻ പോയാൽ മോനോട് ഇരുന്നോ, അമ്മ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കൊണ്ടുവരും. അതാണ് അമ്മ. പക്ഷെ ഭാര്യ എങ്ങനെയല്ല, പോയി എടുത്ത് കുടിച്ചുകൂടെ, ഞാനിത് കാണുകയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ ഇയാൾ നോക്കി വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഒരു കറി വെച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ് കൂടിപ്പോയി,
ഒരൊറ്റ എയറാണ്. ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കുന്നു അല്ലേ? വളരെ ചുരുക്കം പേര് ഇപ്പം മാറിയിട്ടുണ്ട് കേട്ടോ. കുറേ പേര് ഇപ്പം നല്ല എന്താ പറയണ കറക്റ്റായിട്ട് വളർത്തപ്പെട്ട മക്കളൊക്കെ ഉണ്ട്. അതിലാണ് ഞാനൊരു സ്വാസിക എന്ന് പറഞ്ഞൊരു കുട്ടി, അതിൻ്റെ ഹസ്ബൻഡിനെ കുഞ്ചു കുഞ്ചു എന്ന് വിളിക്കുന്നത്, അയാളും ഏതോ ആക്ടറാണ്, ഇങ്ങനെ ഇരുന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അതവിടെ വയ്ക്കൂ, ഞാൻ ഉള്ളപ്പം നിങ്ങൾ കഴുകണ്ട, ഞാൻ തന്നെ കഴുകിക്കോളാം, അതെടുത്തുകൊണ്ട് കഴുകും. അങ്ങനെ ഭയങ്കര എനിക്കിഷ്ടമാണെന്നേ, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, നിങ്ങളൊന്നും ചെയ്യണ്ട. അയാളുടെ അമ്മ കഷ്ടപ്പെട്ട് 2 ആൺമക്കളെയും സ്വയം പര്യാപ്തത പഠിപ്പിച്ച് വിട്ടതാ, അതിനെ വഷളാക്കി വിടുന്നൊരു കുട്ടി. അത് ആ കുട്ടിക്ക് ഇപ്പം കല്യാണം കഴിഞ്ഞ ആ ഒരു എനർജി ഉണ്ടല്ലോ. ഞാനൊക്കെ ഒരു 45 വയസ്സൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ആ എനർജി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ ആളെ വെച്ചിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ല, എല്ലാം ചെയ്യാനായിട്ട്. പക്ഷെ എല്ലാം എപ്പോഴും എല്ലാവർക്കും അതിൻ്റെ പണവും സൗകര്യവും അല്ലെങ്കിൽ ആളെയും കിട്ടാനായിട്ട് പറ്റില്ല. ഇപ്പോൾ UK-ലും US-ലൊക്കെ ജോലിക്കാരെ കൊണ്ടുപോയി നിർത്താൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് അപ്പോൾ തന്നെ ചെയ്യേണ്ടി വരൂലേ, അല്ലേ? അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ഹസ്ബൻഡും വൈഫും അന്യോന്യം ഹെൽപ്പ് ചെയ്തെന്നിരിക്കും അല്ലേ? വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിൽ എല്ലാ ചോസ് ചെയ്യാനായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെയ്തെന്നിരിക്കും. ഇപ്പോൾ ഈ സ്വാസ്വികിയെ പോലെയുള്ള നടിമാരൊക്കെ വന്നിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്ന പെൺകുട്ടികളുടെ മനസ്സിലൊരു നരേറ്റീവ് ഉണ്ടാവുമോ, അത് ശരി, അപ്പം ഇങ്ങനെ ചെയ്താലാണ് എൻ്റെ ഭർത്താവ് എന്നെ കൂടുതൽ സ്നേഹിക്കുന്ന കരുതി അതുങ്ങൾ കിടന്ന് മരിച്ച് പണിയെടുക്കാൻ തുടങ്ങും. അവസാനം കൊലാപ്സ്ഡ്. വീട്ടിൽ ജോലി, നല്ല കോർപ്പറേറ്റ് ജോലിയാണെങ്കിൽ അതല്ല ഗവൺമെൻറ് ജോലിയാണെങ്കിൽ അതിൻ്റേതായ ടെൻഷൻസ്. എൻ്റെ ദൈവമേ, എൻ്റെ മക്കളെ, ഇതിനെല്ലാം ഒരു ബാലൻസിങ് ഇഫക്റ്റും ആക്റ്റും ഉണ്ട്. അല്ലാതെ ഇതിനകത്ത് ഇപ്പം ഞാൻ വന്നിരുന്ന് പറയുന്നതോ അല്ലെങ്കിൽ സ്വാസിക ഇരുന്ന് പറയുന്നോ ഒന്നും നിങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങണ്ട. ഞാൻ എന്ത് പറയുന്നു എന്ന് വെച്ചാൽ ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയുകയാണ്. ഇതിൽ ഞാൻ ഇച്ചിരി മുറ്റെന്ന് പറയാം എന്നെ എല്ലാവരും കേട്ടോ. ഭയങ്കര മുറ്റാണ്. എന്ത് മുറ്റും, ഇത് ഞാൻ എൻ്റെ കാര്യം നോക്കും, മനസ്സിലായില്ലേ? എൻ്റെ വഴിയിൽ ഇങ്ങനെ കുറുകെ നടന്ന് എന്നെ ആവശ്യമില്ലാതെ എടി പോടി നീ അവള് ഇവളെന്നൊക്കെ വിളിച്ചാൽ ഞാൻ റിയാക്ട് ചെയ്യും. അത് തന്നെയായിരിക്കണം നിങ്ങളും. എനിക്കൊരു പേരുണ്ട്, ആരാണെങ്കിലും കേട്ടോ. ഞാനിതിപ്പോൾ അമ്മയമ്മ എന്നുള്ള ടോപ്പിക്കിൽ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അമ്മയമ്മയല്ല, അയൽവക്കത്തുകാരല്ല, ആരായാലും ലെറ്റ് ദം കോൾ യു ബൈ ദ നെയിം യു ഹാവ് ബീൻ ബെസ്റ്റോഡ് ഓൺ. എൻ്റെ ആകാന്നുള്ള പേര് വിളിക്കാൻ എളുപ്പവുമാണ്, എല്ലാവർക്കും വിളിക്കാം അല്ലേ? അല്ലാതെ അവള് ഇവള് ഇങ്ങനത്തെ അവള് എന്തിനാ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ എങ്ങനെ പറയാൻ സാധിക്കുന്നത്? എന്തൊരു മോശം വേർഡാണല്ലേ ഈ അവൾ എന്നൊക്കെ പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, ഐ ഹേറ്റ് ദാറ്റ് വേർഡ്. ഇടീന്ന് വിളിക്കുന്നത് എനിക്ക് ദേഷ്യം. ആരെങ്കിലും എന്നെ അങ്ങനെ പറഞ്ഞു ഞാൻ അപ്പം തിരിഞ്ഞേക്കും. അച്ഛനും അമ്മയും വെറുതെ മുൾട്ടി അങ്ങനെ അച്ഛൻ വിളിക്കാറില്ല കേട്ടോ. അച്ഛൻ അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല, എന്നെ ഇടീന്ന് വിളിക്കാറേ ഇല്ല. അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു ശീലം. യു ഡോണ്ട് ഹാവ് ടു അങ്ങനെ, അതൊരു ഡിസ്റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു നോമാക്കി വെച്ചിരിക്കുകയാണ് ചില ആളുകൾ. ഡോണ്ട് ഡു ദാറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ആ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നൊരു വീഡിയോ ഇട്ടതാണ്. എനിക്ക് ആ അമ്മയെ പേടിയാണ്. എന്തുമാത്രം ആ കുഞ്ഞിന് വിഷമം തോന്നുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതുകൊണ്ടായിരിക്കും അല്ലേ ആ കുട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ചിലപ്പോൾ ധൈര്യവും ഉണ്ടാവില്ല ഭർത്താവിനോട് പറയാൻ. സാമ്പത്തികമായിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ല ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ. അതൊക്കെ കൊണ്ടായിരിക്കാം ചില കുട്ടികൾ പതുങ്ങി നിന്ന് പോകുന്നത്. അപ്പോൾ എന്താ അത് അവരുടെ വീക്ക്നെസ് ആയിട്ട് കണക്കാക്കി, അല്ലെങ്കിൽ മകൻ ഒരു പാവത്താനായിരിക്കാം. അപ്പോൾ ഈ കുതിര കയറുന്നത് മുഴുവനും ഈ പെൺകുട്ടിയുടെ തലയിലേക്ക്. ദിസ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. നമ്മളൊരു കുറച്ച് മാറി നിന്ന് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ 3 BHK ഫ്ലാറ്റ് വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ചിന്തിക്കുക, ഒരു മകനെ ഉള്ളെങ്കിൽ പോലും ചിന്തിക്കുക, ഒരു 1 BHK ഫ്ലാറ്റും ഒരു 2 BHK ഫ്ലാറ്റും സെയിം ആ അപ്പാർട്ട്മെൻറ്റിൽ ഒരു 10ാം നിലയിലും 20ാം നിലയിലുമായിട്ട് ബുക്ക് ചെയ്യുക. ലെറ്റ് ദം ലീവ് ദെയർ ലൈഫ്. കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ആ 1 BHK അപ്പാർട്ട്മെൻറ്റിലേക്ക് അവരുടെ കുടിയിരിപ്പ് നടത്തൂ. എന്ത് രസമായിരിക്കും. ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന മഹാമഹങ്ങൾ എല്ലാം ചുരുക്കിയിട്ട് ഒരു 10, 30, എനിക്കറിയില്ല കേട്ടോ, ഈ എറണാകുളത്ത് ഒക്കെ അങ്ങനെ കിട്ടുമായിരിക്കും, 10, 35, 40 ലക്ഷത്തിന് ഉള്ളവരോടാണ് കേട്ടോ പറയണേ, ഇല്ലാത്തവരോടല്ല. നിങ്ങളെന്നോട് ദേഷ്യപ്പെടരുത്. അല്ലെങ്കിൽ ഒരു കുഞ്ഞു വീടേയുള്ളൂ മാഡം ഞങ്ങൾക്ക്, അതിനകത്തൊരു മുറി 2 കലം വയ്ക്കാനാണോ പറയണതെന്നൊക്കെ ചോദിച്ചേക്കല്ലേ. അങ്ങനെയുള്ളവരോടല്ല ഞാൻ പറയുന്നത്. ജോലിക്ക് പോകുന്ന ഇന്നത്തെ കാലത്ത് മിക്കവാറും തന്നെ എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ടെന്നുള്ള അസംഷനിൽ പറയുകയാണ്. പെൺകുട്ടികളൊക്കെ ജോലിക്ക് പോകുന്നില്ലെങ്കിൽ തന്നെ ഇരിക്കട്ടെ, ഒരു 2 BHK വേങ്ങിക്കാൻ പൈസ ഉള്ളവരാണെങ്കിൽ അങ്ങനെ, 1 BHK ആണെങ്കിൽ അങ്ങനെ. ആ പുതിയതായിട്ട് വരുന്ന പെൺകുട്ടിക്ക് അവളുടെ നെസ്റ്റ് ആദ്യം തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ്
കൂടും. എനിക്ക് അമ്മയെ ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ അമ്മായിയമ്മ നല്ലതാണ്. ഇപ്പം ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യാൻ ഇടയാകട്ടെ പിള്ളേരൊക്കെ. എൻ്റെ മദറിലോ വളരെ നല്ലതാണ് ചേച്ചി, ഈ പറഞ്ഞ രൂപത്തിലൊന്നും അല്ല, അങ്ങനെ പറയാൻ ഇടയാകട്ടെ. എനിക്ക് എൻ്റെ അമ്മയെ പോലെ, അമ്മയെ അല്ലേ പോലെ എന്നല്ല, എനിക്ക് ആ അമ്മയെ ഇഷ്ടമാണ് എന്നാകട്ടെ. ഇനി വരുന്ന തലമുറകൾ ഞാൻ ഇനിയും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമായിരിക്കും. എനിക്കറിയില്ല നിർത്തോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പം ചിലപ്പോൾ ഈ നരേറ്റീവ് എനിക്ക് മാറിയേക്കാം അല്ലേ, മാറ്റാൻ പറ്റിയേക്കാം. ഇങ്ങനെ കമൻസ് എൻ്റെ DM-ലൊക്കെ നല്ല നല്ല കാര്യങ്ങൾ വന്ന് വീണേക്കാം. അപ്പം ഞാൻ പറയാം, അതും ഞാൻ വന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ചിയേഴ്സ്. അപ്പോൾ എന്നെ കേൾക്കുന്നവർ ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കുക, നിങ്ങളുടെ ഗ്രൂപ്പ്സിലേക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യുക. നമുക്ക് മാറ്റാം. ഇങ്ങനെ പിന്നെ ആ പെൺകുട്ടികളോട് നമ്മൾ ഒരു കടന്നുകയറ്റം പാടില്ല. കടന്നുകയറ്റം നിർത്തുക നിങ്ങളുടെ മകളുടെ ജീവിതത്തിലേക്കും പാടില്ല. പക്ഷെ മകൻ, ഞാൻ പറയുന്നത് ഈ പെൺകുട്ടിക്ക് വിഷമം ഉണ്ടാകുന്നത് കൊണ്ടാണ്. സാധാരണ രീതിയിൽ മകളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാറില്ല ആരും. അതും ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയുണ്ടെങ്കിലും അതിനെപ്പറ്റി എനിക്കധികം ഫസ്റ്റ് ഹാൻഡ് അറിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അങ്ങനെയുണ്ടെങ്കിൽ അതും മാറ്റേണ്ടതാണ്. ചിയേഴ്സ്. നാളെ വരാം കേട്ടോ. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.